ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആയിട്ടുള്ള തെരച്ചിൽ ഇന്ന് വൈകുന്നേരം ആരംഭിക്കും. ഈ പ്രധാനമായും ലോറിക്കായിട്ടുള്ള തെരച്ചിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, പറയൂ വിശദാംശങ്ങൾ. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. യഥാർത്ഥത്തിൽ ട്രെഡ്ജർ അവിടുന്ന് യാത്ര തിരിച്ചു എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഷിരൂരിൽ ട്രെഡ്ജർ എത്തിക്കഴിഞ്ഞാൽ തെരച്ചിൽ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ മന്ത്രി AK ശശീന്ദ്രനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രെഡ്ജർ ആദ്യം ഗംഗാവാലി റെയിൽവേ പാലം കടക്കുകയാണ് ആദ്യത്തെ ഉദ്യമം. 11 മണിയോടെയായിരിക്കും ഷിരൂരിൽ ട്രെഡ്ജർ എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അരുൺ പൂപ്പറമ്പ ചേരുന്നു. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡ്രഡ്ജർ ഇപ്പോൾ ഷിരൂരിലേക്ക് അടുക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഗംഗാവലി റെയിൽവേ പാലത്തിന്റെ ഏകദേശം ഒരു അര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച് ഡ്രഡ്ജർ വളരെ പതിയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഗംഗാവലി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഈ ഡ്രഡ്ജർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 500 മീറ്റർ അകലെയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അതുടൻ തന്നെ ഈ റെയിൽവേ മേൽപ്പാലം കടന്ന് ഷിരൂരിലേക്ക് മുന്നോട്ട് പോകും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ മേൽപ്പാലം കടക്കും. അത് ടഗ് ബോട്ടിൽ ഘടിപ്പിച്ചാണ്, വളരെ പതിയാണ് കൊണ്ടുവരുന്നത്. ഇന്നലെ രാത്രി ഷിരൂരിൽ എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ വെളിച്ചക്കുറവ് മൂലം അത് പിന്നീട് രാത്രി നിർത്തിവെക്കേണ്ടി വന്നു. ഇന്ന് രാവിലെയാണ് വീണ്ടും യാത്ര പുനരാരംഭിച്ചത്. ഇപ്പോൾ വളരെ പതിയെ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച് ഡ്രഡ്ജർ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷിരൂരിലേക്ക് ഇത് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഈ റെയിൽവേ മേൽപ്പാലം കടന്നാൽ പിന്നീട് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രമേ ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലത്തേക്ക് അവശേഷിക്കുന്നുള്ളൂ. അങ്ങോട്ടെത്തിയാൽ പിന്നീട് നേരത്തെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിച്ചതനുസരിച്ച് ഈ ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ചെറിയൊരു കാലതാമസം എടുക്കും. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ, അതായത് വൈകിട്ടോടെ മാത്രമേ തിരച്ചിൽ തുടങ്ങുകയുള്ളൂ എന്നതാണ് നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഇപ്പോൾ നേരത്തെ ഇന്നലെ ഇന്നലെ യാത്ര അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്നും ഇന്ന് രാവിലെ വീണ്ടും യാത്ര പുനരാരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ ഡ്രഡ്ജർ ഈ ഗംഗാവലി റെയിൽവേ മേൽപ്പാലത്തിന് തൊട്ട് സമീപം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ റെയിൽവേ മേൽപ്പാലം കടന്ന് ഡ്രഡ്ജർ മുന്നോട്ട് പോകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ചാണ്, അത് വളരെ പതിയാണ് മുന്നോട്ട് വരുന്നത്. നിലവിൽ ഇപ്പോൾ പുഴയിൽ വേലിയേറ്റ സമയമാണ്. ജലനിരപ്പ് അല്പം ഉയർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ, അതായത് ഒരു ലോ വാട്ടറിൻ്റെ പ്രശ്നം ഇല്ല എന്ന് നേരത്തെ തന്നെ ഇതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ ഈ ഗംഗാവലി റെയിൽവേ മേൽപ്പാലത്തിന് തൊട്ട് സമീപം ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഈ മേൽപ്പാലവും കടന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഈ ദൗത്യ മേഖലയിലേക്ക് ഇതെത്തും. അതിനുശേഷം ഇതിൻ്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിന് അല്പം കാലതാമസം എടുക്കും. ഏകദേശം 4-5 മണിക്കൂറോളം അത് ആവശ്യമായി വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് മാത്രമേ തെരച്ചിൽ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിലിനെ, അതായത് മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലിനെ എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുമ്പോൾ അതിൽ ഫലമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് എന്തായാലും എല്ലാവരും പങ്കുവെക്കുന്നത്.